Hi friends, welcome to Simple Home Recipes Malayalam. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. പിന്നെ ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അവിടെ പോയി ചെക്ക് ചെയ്ത് കൊള്ളുക. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. ആദ്യം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 1 കിലോ തക്കാളി ഇതുപോലെ കഴുകി തുടച്ച് വെക്കണം. പിന്നെ വിനീഗർ 1/4 കപ്പ്, കാശ്മീരി ചില്ലി 3 എണ്ണം, സവോളയുടെ ഒരു ഹാഫ് കട്ട് ചെയ്തത്, വെളുത്തുള്ളി ഒരു 4 എണ്ണം, കരുവ 1 എണ്ണം ചെറിയ പീസ്, 2 ഗ്രാമ്പ്, ഉപ്പ് ശകലം 1 ടീസ്പൂൺ, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ. തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ടേക്കണം. അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി, സവാള കട്ട് ചെയ്തും ഇടാം, ഗാർലിക്, കരുവേപ്പില, ഗ്രാമ്പ്, ശകല ഉപ്പ്, മുഴുവനും ഇടുന്നില്ല, ഇച്ചിരി മതി. ഇതിൻ്റെ കൂടെ വെള്ളവും ചേർത്ത് കൊടുക്കുക, 1 ഗ്ലാസ് വെള്ളം. എന്നിട്ട് ഈ കുക്കർ അടച്ച് സ്റ്റൗവേ വെച്ചിട്ട് 1 വിസിലും സിമ്മേ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സും കൂടി വേകണം. വെന്ത് കഴിഞ്ഞു, പ്രഷർ ഫുള്ളായിട്ട് പോയി, നല്ലപോലെ തണുത്തു. തക്കാളി നല്ലപോലെ കുക്കായി. ഇനി ഇത് മിക്സിയിലിട്ട് അരയ്ക്കുന്ന മുന്നേ തക്കാളിയുടെ തൊലിയും പട്ടയും ഗ്രാമ്പും ഇതെല്ലാം എടുത്ത് മാറ്റിയേച്ച് വേണം മിക്സിക്കകത്തിട്ട് അരയ്ക്കാൻ. ഇതുപോലെ അരച്ചതിന് ശേഷം അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് കൊള്ളുക. ഇപ്പം ഇതുപോലെ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് കൊള്ളുക. തീ കത്തിച്ചതിന് ശേഷം അതിൽ ഇതുപോലെ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഈ പഞ്ചസാര, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എരിവ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിനി നല്ലപോലെ കുറുകി വരട്ടെ. കണ്ടില്ലേ, ഇത്രയൊക്കെ കുറുകണം. ടൊമാറ്റോ സോസ് റെഡിയാണ്. ഇത്രയും കുറുകിയാൽ മതി. ആറി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും. പുളി വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാം. ഈ പാത്രത്തിൽ ഇങ്ങനെ ഇടുമ്പോൾ ഇതുപോലെ പയ്യെ ഒഴുകി വരണം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഓരോ ടൊമാറ്റോ അനുസരിച്ചാണ് പുളി കിട്ടുന്നത്. ചെക്ക് ചെയ്തിട്ട് വിനാഗിരി ചേർക്കുക. നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി. ഇനി ഇത് ആറി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ബോട്ടിലിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം.